ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡൈസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഡൈസ് എന്താണ്? ഡൈസ് ഈസ് എ കളേർഡ് സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ടു ദി സബ്സ്ട്രേറ്റ് ഗിവിംഗ് ഇറ്റ് എ കളേർഡ് സബ്സ്റ്റൻസ്. അത് ഡൈ എന്ന് പറയുന്ന ഒരു കളറുള്ള സബ്സ്റ്റൻസ് ആണ്. നമുക്ക് വേറെ ഏതെങ്കിലും സബ്സ്ട്രേറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയാം. അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ മേലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്ട്രേറ്റിന് ഒരു കളർ കിട്ടും. അങ്ങനെ കിട്ടുന്ന ആ ഒരു കോമ്പൗണ്ട് പറയുന്ന പേരാണ് ഡൈ എന്ന്. ഓക്കെ. ഇനി ഡൈസ് എങ്ങനെയാണ് കളേർഡ് ആയിട്ട് വരുന്നത്? ഡൈസ് ലൈറ്റിലെ ചില വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് ഉള്ള ഇതല്ല കളറായിട്ട് വരുന്നത്. അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതാണ് വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ആണ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇനി ഏത് തരം സബ്സ്ട്രേറ്റിലാണ് ഈ ഡൈസ് അപ്ലൈ ചെയ്യുന്നത്? നോർമലി ടെക്സ്റ്റൈൽസിൽ അപ്ലൈ ചെയ്യാറുണ്ട്, പേപ്പറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ലെതറിൽ അപ്ലൈ ചെയ്യാറുണ്ട്, ഫുഡ് സ്റ്റഫിൽ അപ്ലൈ ചെയ്യാറുണ്ട്, ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട്, മെഡിസിൻസിലുണ്ട്. അങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസിൽ നമ്മൾ ഡൈസ് അപ്ലൈ ചെയ്യാറുണ്ട്. ദെൻ ഡൈസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് വളരെ നോൺ ടോക്സിക് ആയിരിക്കണം. നമ്മൾ ഏത് സബ്സ്റ്റൻസിൽ അപ്ലൈ ചെയ്താലും നമുക്ക് ടോക്സിക് ആയി മാറരുത്. പിന്നെ ഡൈസ് നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനുള്ള ഡൈസ് ഉണ്ട്, സിന്തറ്റിക് ഡൈസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ഡൈസ് ആവണമെങ്കിൽ അതിനുള്ള റിക്വയർമെൻ്റ് എന്താണ്? എല്ലാ കളേർഡ് സബ്സ്റ്റൻസും ഡൈസ് അല്ല. ഡൈസ് ആവണമെങ്കിൽ അതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, അതിനൊരു നല്ല കളർ ഉണ്ടാവണം. രണ്ടാമത്തേത്, അത് വേറെ ഏതെങ്കിലും സബ്സ്ട്രേറ്റിലേക്ക് ആ കളർ നൽകാൻ കേപ്പബിൾ ആയിരിക്കണം. അതായത് ഒരു സബ്സ്ട്രേറ്റിലേക്ക് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ട്രേറ്റിൽ അതിന് കളർ കിട്ടാൻ സാധിക്കണം. ദെൻ പിന്നെ ഇറ്റ് ക്യാൻ ബി സ്റ്റേബിൾ ടു വാഷിംഗ് വിത്ത് വാട്ടർ, സോപ്പ്, ഡിറ്റർജൻറ്റ് ഓർ വേരിയസ് ഓർഗാനിക് സോൾവെൻറ്റ് യൂസ്ഡ് ഇൻ ഡ്രൈ ക്ലീൻ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സോപ്പ് വെച്ചോ വാട്ടർ വെച്ചോ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ് വെച്ചോ ക്ലീൻ ചെയ്യുമ്പോൾ അത് ആ കളർ അവിടെ നിന്ന് ഫെയ്ഡ് ആവാൻ പാടില്ല. അങ്ങനെയുള്ള ഇതിനെല്ലാം എതിരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിരിക്കണം. ദെൻ ബി ഇനർ ടു സൺലൈറ്റ്, ഹീറ്റ് ആൻഡ് നോർമൽ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ്. സൺലൈറ്റിൽ ഫെയ്ഡ് ആവാൻ പാടില്ല, ഹീറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫെയ്ഡ് ആവാൻ പാടില്ല. നോർമൽ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസിൽ അത് ഇനേർട്ടായിട്ടിരിക്കണം. ദെൻ പിന്നെ ഒരു കണ്ടീഷൻ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാട്ടറിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ സൊല്യൂഷനിൽ ഡൈയിങ്ങിന് മുമ്പ്, ഡൈയിങ് എന്ന് പറഞ്ഞാൽ ആ സബ്സ്ട്രേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡൈയിങ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പ് ഡൈ ഏതെങ്കിലും സോൾവെൻറ്റിൽ സോലുബിൾ ആയിരിക്കണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സോലുബിൾ ആവാൻ പാടില്ല. ഓക്കെ. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കളേർഡ് കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഡൈ എന്ന് വിളിക്കുന്നത്. ഇനി നാച്ചുറൽ ഡൈസ്. നാച്ചുറൽ ഡൈസ് പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം നാച്ചുറൽ ആയിട്ട് ഒറിജിൻ ഉള്ളതാണ് ഡൈസ്. അത് അനിമൽ പ്രോഡക്ട്സിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഡൈസ്. നോർമലി ഫാബ്രിക്കിനൊക്കെ കളർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ ഡൈക്ക് അത്ര വലിയ കളറൊന്നും ഉണ്ടാവില്ല. നോർമലി ആ ഡൈസിൻ്റെ കൂടെ വേറെ ഒരു സബ്സ്റ്റൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഒരു മോർഡൻറ്റ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ഡൈ ലേക്ക് ആയിട്ട് മാറും. ഡൈ ലേക്കിനാണ് കുറേയും കൂടെ കളർ വരുന്നത്. അത് ആ മോർഡൻറ്റ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നോർമലി ഉണ്ടായിരുന്ന ഡൈയുടെ കളർ പല കളറായിട്ട് മാറാനൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡൈ അത് ആൽക്കലൈൻ ഡൈ ആണെങ്കിൽ നമ്മൾ അസിഡിക് മോർഡൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അസിഡിക് മോർഡൻ്റെ എക്സാമ്പിൾ ടാനിക് ആസിഡ്. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന അസിഡിക് ഡൈ ആണെങ്കിൽ നമ്മൾ ആൽക്കലൈൻ മോർഡൻസ്, ആലമൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി കുറച്ച് നാച്ചുറൽ ഡൈസ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അതിൽ ആദ്യം വരുന്നത് ഇൻഡിഗോ. ഇൻഡിഗോ ഒരു നാച്ചുറൽ ഡൈ ആണ്. പക്ഷെ അതിപ്പോൾ സിന്തറ്റിക് ആയിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇൻഡിഗോ എന്ന് പറയുന്ന ആ ഒരു ഡൈ ഉണ്ടാക്കിയിരുന്നത് ഇൻഡിഗോ പ്ലാന്റിൻ്റെ ലീവ്സിനെ അനേറോബിക് ബാക്ടീരിയ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഡിഗോ എന്ന് പറഞ്ഞ ഡൈ കിട്ടിക്കൊണ്ടിരുന്നത്. അതിലൊരു ബ്ലൂ കളറുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ ഇൻഡിഗോ ഡൈ എന്ന് പറഞ്ഞാൽ. ബ്ലൂ ജീൻസിനൊക്കെ, അതായത് ബ്ലൂ ജീൻസിൻ്റെ ഒരു കളറില്ലേ, ബ്ലൂ കളർ, അതൊക്കെ നൽകാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇൻഡിഗോ എന്ന് പറഞ്ഞിരിക്കുന്ന ഡൈ. ദെൻ രണ്ടാമത്താണ് ടൈറിൻ പർപ്പിൾ. പർപ്പിൾ നോർമലി ഭയങ്കര എന്താണ്, റീഗൽ കളർ എന്ന് പറഞ്ഞാൽ, അതായത് വളരെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളർ എന്നുള്ള രീതിയിലാണ് പർപ്പിളിനെ പണ്ട് കാലത്തെ ആൾക്കാർ കണ്ടിരുന്നത്. അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ ഡൈ ബ്രോമോ ഇൻഡിഗോ എന്ന് പറയുന്ന സാധനമാണ് ടൈറീൻ പർപ്പിൾ എന്ന് പറയുന്നത്. ഇത് കിട്ടാനായിട്ട് നമ്മൾ ഇത് കിട്ടിക്കൊണ്ടിരുന്നത് മെഡിറ്ററേനിയൻ സീ സ്നെയിൽസിൽ നിന്നാണ്. സീ സ്നെയിൽസ് എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീൽ കാണുന്ന ഒരു ഒച്ചിനാണ് അത് പറയുന്നത്. അതിൽ നിന്നാണ് ഈ ഡൈ ബ്രോമോ ഇൻഡിഗോ എന്ന് പറയുന്ന ടൈറീൻ പർപ്പിൾ പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈറിൻ അതിൽ നിന്ന് കിട്ടുന്ന, അതായത് മെഡിറ്ററേനിയൻ സീ സ്നെയിലിൽ നിന്ന് കിട്ടുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ലൈറ്റിൻ്റെ എയറിൻ്റെ പ്രസൻസിലൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് പർപ്പിൾ കളറായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്നെയിലിൻ്റെ ആവശ്യമുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ടായിരുന്നു. അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇനി കിട്ടിക്കഴിയുമ്പോൾ ടൈറിൻ പർപ്പിളിന് അത്ര സ്മെല്ലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ടൈറിൻ പർപ്പിൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ഓക്കെ. ടൈറിൻ പർപ്പിളിനെ കുറിച്ച് അത്രേ ഉള്ളൂ. ദെൻ അടുത്ത അലിസാറിൻ. അലിസാറിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, മാഡാർ ലേക്ക് എന്ന് പറഞ്ഞ്.
അത് മാഡാർ ലേക്ക് എന്ന് പറയാനുള്ള കാരണം മാഡാർ പ്ലാന്റിൽ നിന്നാണ് ഈ അലിസാറിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് കിട്ടുന്നത്. അതിന് ട്രഡീഷണലി പിങ്ക് കളറുള്ള കോമ്പൗണ്ടാണ് അലിസാറിൻ എന്ന് പറയുന്നത്. അത് നോർമലി ഒരു മോർഡൻ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. മോർഡൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റൽ സാൾട്ട് ആണ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെറ്റൽ സാൾട്ടിൻ്റെ ഏതാണോ മെറ്റൽ യൂസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഈ മാഡാർ ലേക്കിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അലൂമിനിയം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അലിസാറിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ റോസ് റെഡ് കളർ ഷോ ചെയ്യും. ടിന്നിൻ്റെ മെറ്റലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് റെഡ് വയലറ്റ് കളറായിരിക്കും വരുന്നത്. അയൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബ്ലാക്ക് വയലറ്റ് കളറായിരിക്കും ആ കോമ്പൗണ്ടിന് കിട്ടുന്നത്, മാഡാർ ലേക്കിന് കിട്ടുന്ന കളർ. ദെൻ ഇത്രയാണ് നാച്ചുറൽ ഡൈസ്. ഇത് ഒരുപാടുണ്ട്, ഞാൻ എല്ലാം ഒന്നും പറയുന്നത് ജസ്റ്റ് 3 പറഞ്ഞുള്ളൂ: ഇൻഡിഗോ, ടൈറിൻ പർപ്പിൾ, അലിസാറിൻ. ഇനി നാച്ചുറൽ ഡൈസിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്? ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറിങ് കമ്പോണൻറ്റ് പ്ലാന്റിൽ നിന്നോ അല്ലെങ്കിൽ അനിമലിൽ നിന്നോ കിട്ടുന്ന അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ നിന്നുള്ള കളറിങ് കമ്പോണൻറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. ദെൻ അതിൻ്റെ കളർ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും, കാരണം അത്ര ഒരു ഇൻറ്റൻസ് കളറൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഡൈയിങ് ടൈം, ഇത് ഏതെങ്കിലും സബ്സ്ട്രേറ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ. ദെൻ പിന്നെ വന്ന് സം ഓഫ് ദി നാച്ചുറൽ ഡൈസ് ആർ ഫുഗിറ്റീവ്. ഫുഗിറ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മങ്ങിപ്പോകുന്ന തരം കളറാണ് നാച്ചുറൽ ഡൈസിൻ്റെ. അപ്പം നമുക്ക് ആ കളർ എൻഹാൻസ് ചെയ്യാനായിട്ട് മോഡറൻ്റ് ആവശ്യമുണ്ട്. മോഡറൻ്റ് ആയിട്ട് നോർമലി യൂസ് ചെയ്യുന്ന മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ആദ്യമേ അലിസാറിൻ്റെ കേസിലൊക്കെ പറഞ്ഞിരുന്നു. ഈ ചില മെറ്റൽസ് ഹസാഡസ് കോമ്പൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മെറ്റാലിക് മോഡേൺ ഹസാഡസ് സബ്സ്റ്റൻസ് ആണ്. അത് നമ്മളിപ്പോൾ ഫാബ്രിക്കിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിവിങ് ബീങ്സിന് ഹസാഡസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നാച്ചുറൽ ഡൈസിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.